മഹാഗുരുശരണം. ഞാനിന്നിപ്പോൾ 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇപ്പോൾ കുറേ ആൾക്കാരോട് സംസാരിച്ച് കുറേ ഫീഡ്ബാക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് തന്നാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരാളോട് അതിൽ പറയുന്നത് അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതിനേക്കാളും പ്രയോജനം ഇപ്പോൾ എൻ്റെ കോണ്ടാക്റ്റിലില്ലാത്ത ആൾക്കാർക്ക് കൂടി ഈ വീഡിയോയിലൂടെ പ്രയോജനപ്പെടും. അതാണ് പറയുന്നത്. ഇതെൻ്റെ അറിവുകളാണ്. ഇത് തീർച്ചയായിട്ടും ഇതിന് കോപ്പിറൈറ്റ് ഇല്ല, ആർക്കും പ്രതീക്ഷിച്ച് നോക്കാം. പക്ഷേ ഇത് വിശ്വാസമാണ് ഫലം തരുന്നത്. അതൊരു കാര്യം പറയാം കേട്ടോ. വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ ഫലമുള്ളൂ. വിശ്വാസം ഇല്ലാണ്ട് ചെയ്ത് നോക്കരുത്, പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഇപ്പം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ കാര്യം കൊടുത്തു. അത് 4-5 ദിവസം മദർ ബോർഡിൻ്റെ എന്തോ പറഞ്ഞു. 10 വർഷമായ ലാപ്ടോപ്പാണ്. അത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു 2015 ജൂലൈയിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് മദർ ബോർഡ് ഇതാണ്, നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് 5-6 ദിവസം പിടിക്കും അത്. എങ്കിലും ഞാൻ വളരെയധികം കുറച്ച് മൊബൈലിൽ കൂടുതൽ ഇത് ചെയ്യാത്ത രീതിയിൽ ഞാൻ നോക്കുകയാണ്. കാര്യം ആൾക്കാരുടെ ആവശ്യങ്ങൾ അതുപോലെയാണ്. അപ്പോൾ ഇതിൽ കളറുകൾ, ഓരോ ഗ്രഹങ്ങളുടെ കളറുകൾ പറഞ്ഞു. അപ്പോൾ ചിലരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കോൽത്തിരി അവരുടെ ഗ്രഹം ഇപ്പോഴത്തെ ജാതകത്തിൻ്റെ ദശ എന്താണോ ആ കളറനുസരിച്ച് കോൽത്തിരിയും ആ കളറനുസരിച്ചിട്ട് ഉള്ള ശനിയുടെ ഇത് എഫക്റ്റ് ഉണ്ടെങ്കിൽ, ശനീശ്വരനെ പ്രീതിയാക്കണമെങ്കിൽ ആ കളറിൽ ആ ദശാകാലത്ത് ഏത് കളറിലെ ഏത് ദശ, ഇപ്പോൾ ആദിത്യന് ചുവപ്പ്, ചന്ദ്രന് വെള്ള എന്നൊക്കെ പറയുന്ന പോലെ ഇത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇനി ആവർത്തിക്കുന്നില്ല. ആവർത്തിക്കാൻ പോയാൽ ഞാൻ ബുക്ക് നോക്കണം. ഇതൊന്നും കാണാപ്പാടമല്ല. എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്ന കാര്യം മാത്രമാണ് കാണാപ്പാടം കേട്ടോ. അതും പറയാം. അപ്പോൾ ആ ഇത് വെച്ചിട്ട് ആ കളർ വെച്ചിട്ട് കോൽത്തിരി കത്തിച്ചാൽ, എള്ളുതിരി ഉണ്ടാക്കി കത്തിച്ചാലൊക്കെ ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രാക്ടിക്കലി കോട്ടൺ ആയിരിക്കണം. ഇത് കോട്ടൺ ആയിരിക്കണം, കഴിയാവുന്ന ശുദ്ധമായിട്ടുണ്ടാക്കണം. അപ്പോൾ എനിക്കിപ്പോൾ അതിനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവായ ശ്രീമതി രശ്മി മനോജാണ്. മനോജ് എൻ്റെ അച്ഛൻ്റെ അനന്തരവനാണ്. അവർക്ക് ഇത് പൂജാ സ്റ്റോഴ്സാണ് പെരുമ്പാവൂർ. അതുകൊണ്ട് അവരോട് പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് ഞാൻ വീഡിയോ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ എനിക്ക് അയച്ചു തന്നു. എന്താണ് മറ്റേ എള്ളുകിഴി ഓരോ ദശയുടെ ഓരോ ഗ്രഹത്തിൻ്റെ അനുസരിച്ചുള്ളത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് ഇനി അതുപോലെ കോൽത്തിരിയും ചെയ്യാൻ പറഞ്ഞ് വീഡിയോ അത് ചെയ്താൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആ കാര്യം അറിയിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഓരോ ഗ്രഹത്തിനും ഓരോ കളറുണ്ട്. ആ കളറനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാറ്റം വരും, നമ്മുടെ ഡ്രസ്സുകളിലും എല്ലാം. അപ്പോൾ ഇന്നലെ ഒരാളോട് സംസാരിച്ച പുള്ളി പറയുന്നുണ്ടായിരുന്നു, കളർ തെറാപ്പിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ചില അസുഖങ്ങൾക്ക് ചില കളർ തെറാപ്പി, അത് സുജോക്കിനും പറയുന്നുണ്ട് കേട്ടോ. സുജോക്ക് ക്ലാസ്സിന് പോയപ്പോൾ ആ സാറും അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, കളർ തെറാപ്പി. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കാർമ്മികം ഒരു കളറും മാറ്റുകയാണ്. അത് നമ്മൾ കുറേയൊക്കെ നമ്മുടെ പ്രവൃത്തി കൊണ്ടേ മാറുകയുള്ളൂ. അതാണ് സത്യം. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് ഈ കോൽത്തിരി അല്ലെങ്കിൽ എള്ളുതിരി ആ കളറിൽ ഉണ്ടാക്കിയിട്ട് കത്തിക്ക് കാർമ്മികം കുറയ്ക്കാനുള്ളൊരു വഴിയായി പറയണം. മറ്റേ ചികിത്സാപരമായിട്ട് കളർ തെറാപ്പി ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഫലപ്രദമാണെന്ന് ചെയ്തവർ പറയുന്നുണ്ട്. ഏതായാലും നമുക്കതൊരു വിഷയമല്ല. നമ്മുടെ കാർമ്മികം കുറയ്ക്കുക, അതിന് എനിക്ക് എന്ത് സഹായം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, എന്ത് ഗൈഡൻസ് തരാൻ പറ്റും, അതിനാണ് ഈ വീഡിയോ. അപ്പോൾ അടുത്ത രശ്മി ആ വീഡിയോ അയച്ചു തന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ഓരോ കളറ് ഏതാണ്. അപ്പോൾ ആ ദശാകാലത്തെ കളർ അനുസരിച്ചിട്ട് നിങ്ങൾ എള്ളുതിരി കത്തിച്ചാൽ, കോൽത്തിരി കത്തിച്ചാൽ എഫക്റ്റ് ഒന്നുകൂടി കൂടും. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം. വിശ്വാസം അതല്ലേ എല്ലാം, അതുകൂടി പറയാം. അതുപോലെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ വീടിനകത്ത് ഇത് കത്തിക്കരുത്. വാതുക്കലെ കോൽത്തിരിയും എള്ളുതിരിയൊക്കെ കത്തിക്കാവും. കഴിയാവുന്നതും പടിക്ക് പുറത്ത്. കാര്യം ഇത് കത്തിക്കുന്നത് വീടിന് പുറത്തുള്ള എനർജീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീടിനകത്ത് ഒരു കാരണവശാലും അത് കത്തിക്കരുത് കേട്ടോ. അതും പറയാം, വീടിന് പുറത്തേ ഇത് കത്തിക്കാവുള്ളൂ, വീടിനകത്ത് അത് കത്തിക്കരുത്. കാര്യം ഒന്നാമതെ അതിന് പുക കൂടുതൽ കാണും. അതുമല്ല ഇത് പുറത്തുള്ള എനർജീസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വീടിൻ്റെ പുറത്തുള്ള എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ട് അതിനൊക്കെയാണ് ചെയ്യണം. അപ്പോൾ വീടിന് പുറത്ത്, ഇനി ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ ബാൽക്കണി ഉണ്ടെങ്കിൽ അവിടെ കത്തിക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇറങ്ങുന്നത്, വീടിന് പുറത്ത് ഇറങ്ങുന്നത് ഉള്ളിലായിരിക്കും. അത് ഒരു കോറിഡോർ ആയിരിക്കും. അപ്പോൾ അവിടെ കത്തിക്കാണ്ട് ബാൽക്കണി ഇല്ലാത്ത വീടുകൾ കാണുക. ബാൽക്കണി ബെഡ്റൂമിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ കത്തിക്കുക, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബാൽക്കണിയിൽ കത്തിക്കുക. അത് ഏത് ദിശയിലാണെങ്കിലും കുഴപ്പമില്ല. കാര്യം പ്രപഞ്ചത്തിന് ദിശയില്ല. കിഴക്കോട്ട് വളരുന്നു പ്രപഞ്ചം, കിഴക്കോട്ട് വികസിക്കുന്നു. എങ്കിലും അതോടൊപ്പം തന്നെ നാനാഭാഗത്തും വികസിക്കുന്ന ആദ്യം അന്ത്യവും ഇല്ലാത്തതാണ് പ്രപഞ്ചം. ഇത് പറഞ്ഞ എല്ലാവർക്കും
ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും പ്രയോഗിച്ച് നോക്കുക. ജീവിതം മാറി മറയും, ഒരു സംശയമില്ലാത്ത കാര്യം. ഓരോരുത്തർക്കും എന്താണ് അത്ഭുതകരമായ അനുഭവങ്ങളാണ് വരുന്നത്. അത് ചിലരുടെ പല കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, കേസുകൾ എല്ലാം. കാര്യം ഈ പറയുന്ന ടെക്നിക്കുകൾ നിങ്ങളുടെ കാർമ്മികം കുറയാനാണ്. അതിൽ എൻ്റെ ബ്ലെസ്സിങ് ഒരു അവശ്യ ഘടകമല്ല. പിന്നെ പറഞ്ഞ് കുറച്ച് പേര് പറയുന്നുണ്ട്, അവരെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ ബ്ലെസ് ചെയ്യാം കേട്ടോ. അത് ചെയ്യാം, എനിക്ക് ഇൻറ്റ്യൂഷൻ കിട്ടി. അതിനു വേണ്ടി കാര്യം ഒരാളെ ബ്ലെസ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ഞാൻ മെഡിറ്റേഷൻ, പുള്ളിയുടെ നാളും പേരും ഒക്കെ വെച്ച് ഞാനൊരു മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ മെഡിറ്റേഷൻ എഴുന്നിട്ടാണ് അവരെ വീഡിയോ കോൾ ചെയ്ത് ബ്ലെസ് ചെയ്യുന്നത്. ഞാൻ ബ്ലെസ് ചെയ്ത ആൾക്കാർക്ക് അത് പേഴ്സണലി അറിയാം. അല്ലാണ്ട് ബ്ലെസ്സിങ് വേണം, വരൂ ഞാനിപ്പോൾ വീഡിയോ കോൾ ചെയ്യാം ബ്ലെസ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ല ബ്ലെസ്സിങ്. അവർക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യണം, അതുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ, എല്ലാ ഗ്രഹങ്ങളും എല്ലാവർക്കും അനുകൂലമാകട്ടെ, എല്ലാ നക്ഷത്രങ്ങളും എല്ലാവർക്കും അനുകൂലമാകട്ടെ, പഞ്ചഭൂതങ്ങൾ എല്ലാവർക്കും അനുകൂലമാകട്ടെ. ഈ അണ്ടകടാഹം, ഈ ദേവതകളെല്ലാം 33 കോടി ദേവതകളും നമുക്ക് അനുകൂലമായി നമ്മളിൽ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ.